ഹായ് ഫ്രണ്ട്സ്, പുതിയ ഒരു ഇതിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നിടെന്ന് വെച്ചാൽ ഇന്ത്യൻ നേവിയുടെ ഫയർമാൻ റിക്രൂട്ട്മെൻറ്റിന് എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത്, എന്താ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് തുടങ്ങിയ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളാരും കൂടി അവസാനം വരെ കാണുക. അപ്പോൾ നിങ്ങളാരും ഫയർമാൻ റിക്രൂട്ട്മെൻറ്റ് വന്ന കാര്യത്തെ പറ്റിയിട്ട് അറിഞ്ഞു കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. റിക്രൂട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് ഡീറ്റെയിൽഡ് വീഡിയോ ഓൾറെഡി തന്നെ ചാനലിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. വീഡിയോ കാണാത്തവർ എത്ര വേഗം കാണുക. വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിരിക്കുന്നതാണ്. ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ ഈ ഒരു റിക്രൂട്ട്മെൻറ്റിലേക്ക് എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത്, എന്താ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് തുടങ്ങിയ ഡീറ്റെയിൽസ് ആണ് നോക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഈ ഒരു റിക്രൂട്ട്മെൻറ്റിലേക്ക് അപേക്ഷിക്കാൻ ഇരിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ അവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രിപ്ഷൻ വരുന്ന ബെല്ലൈക്കനിൽ ഓൾ എനേബിൾ ചെയ്താൽ മാത്രമായിരിക്കും ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോസ് നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ ടെലിഗ്രാം, വാട്സാപ്പ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ടായിരിക്കുന്നതാണ്. നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. ഈ ഒരു റിക്രൂട്ട്മെൻറ്റിലേക്ക് അപേക്ഷിക്കേണ്ടത് ഓൺലൈൻ വഴിയാണ്. ഓൺലൈൻ വഴി www.joinindiannavy.gov.in ഈ ഒരു സൈറ്റ് വഴിയാണ് അപേക്ഷിക്കേണ്ടത്. ഈ ഒരു സൈറ്റിലേക്ക് ഡയറക്റ്റ് പോകാനുള്ള ലിങ്ക് ഈ ഒരു ആർട്ടിക്കിളിൽ ആഡ് ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോകാൻ ആഗ്രഹിക്കുന്നവർ ഈ ഒരു ആർട്ടിക്കിൾ ഉപയോഗപ്പെടുത്തുക. ഈ ഒരു ആർട്ടിക്കിളിലെ ലിങ്ക് എന്തായി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തിരിക്കുന്നതാണ്. ഈ ഒരു ആർട്ടിക്കിളിലെ അപ്ലൈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വെബ്സൈറ്റ് കാണാൻ സാധിക്കാം. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റ് വഴിയാണ് നിങ്ങൾ ഇന്ത്യൻ നേവിയുടെ ഫയർമാനെ അതുപോലെ തന്നെ തുടങ്ങിയ പോസ്റ്റിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റിനെ അപേക്ഷിക്കേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വെബ്സൈറ്റിൽ ആദ്യം നിങ്ങൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട്. അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്താൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നതിനായിട്ട് താഴത്തേക്ക് വരുമ്പോൾ ക്ലിക്ക് ഹിയർ ടു രജിസ്റ്റർ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വെബ്സൈറ്റ് കാണാൻ സാധിക്കാം. അപ്പോൾ അതിൻ്റെ വലത്തേ സൈഡിലായിട്ട് അക്കൗണ്ട് ഇൻഫർമേഷൻ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. അവിടെ നിങ്ങളുടെ ഇമെയിൽ ഐഡിയും അതുപോലെ തന്നെ മൊബൈൽ നമ്പർ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ രണ്ട് കാര്യങ്ങളും അവിടെ എൻ്റർ ചെയ്യുക. അതിനുശേഷം തൊട്ട് താഴെ ഒരു ക്യാപ്ച കോഡ് കാണാൻ സാധിക്കുന്നതാണ്. ക്യാപ്ച കോഡ് എൻ്റർ ചെയ്ത് രജിസ്റ്റർ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വെബ്സൈറ്റ് കാണാൻ സാധിക്കാം. അപ്പോൾ നിങ്ങൾ നൽകിയിട്ടുള്ള മെയിൽ ഐ ഡിയിലേക്ക് ഒരു ഇമെയിൽ ലഭിക്കുന്നതാണ്. അതിൽ കൺഫേം ചെയ്യേണ്ടതാണ്. എന്നാൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് സ്ക്രീനിൽ വന്നിട്ടുള്ള ഇമെയിൽ. അതിൽ ക്ലിക്ക് ഹിയർ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വെബ്സൈറ്റ് കാണാൻ സാധിക്കാം. അപ്പോൾ നിങ്ങളുടെ ഇമെയിൽ ഐ ഡി സക്സസ്ഫുള്ളി വെരിഫൈ ആകുന്നതാണ്. ഇനി അടുത്തായിട്ട് നിങ്ങളുടെ മൊബൈൽ നമ്പർ വെരിഫൈ ചെയ്യാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ മൊബൈൽ നമ്പർ അവിടെ ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നതാണ്. ആ ഒരു ക്യാപ്ച കോഡ് എൻ്റർ ചെയ്ത് ജനറേറ്റ് OTP ക്ലിക്ക് ചെയ്യുക. OTP ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വെബ്സൈറ്റ് കാണാൻ സാധിക്കാം. അപ്പോൾ നിങ്ങളുടെ മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP ലഭിക്കുന്നതാണ്. ഒരു OTP ഈ ഒരു സെക്ഷനിൽ എൻ്റർ ചെയ്യുക. അതിനുശേഷം തൊട്ട് താഴെ ക്രിയേറ്റ് യുവർ ഓൺ പാസ്വേഡ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. അവിടെ നിങ്ങൾ പുതിയൊരു പാസ്വേഡ് എൻ്റർ ചെയ്യുക. അതിനുശേഷം അതിൻ്റെ വലത്തെ സൈഡിലായിട്ട് നിങ്ങളുടെ പാസ്വേഡ് കൺഫേം ചെയ്തിരിക്കേണ്ടതാണ്. അതിനുശേഷം താഴത്തേക്ക് വരുമ്പോൾ ഒരു ക്യാപ്ച കോഡ് കാണാൻ സാധിക്കുന്നതാണ്. ആ ഒരു ക്യാപ്ച കോഡ് എൻ്റർ ചെയ്ത് തൊട്ട് താഴെ സബ്മിറ്റ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. സോ അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വെബ്സൈറ്റ് കാണാൻ സാധിക്കാം. അപ്പോൾ നിങ്ങളുടെ അക്കൗണ്ട് സക്സസ്ഫുള്ളി രജിസ്റ്റർ ആയിരിക്കുന്നതാണ്. ഇനി അടുത്തായിട്ട് വീണ്ടും ലോഗിൻ ചെയ്യേണ്ടതുണ്ട്. ആദ്യമായിട്ട് യൂസർ നെയിമിൻ്റെ അവിടെ നിങ്ങളുടെ മൊബൈൽ നമ്പർ അല്ലെങ്കിൽ ഇമെയിൽ ഐ ഡി അവിടെ എൻ്റർ ചെയ്യുക. അതിനുശേഷം നിങ്ങൾ നൽകിയിട്ടുള്ള പാസ്വേഡ് തൊട്ട് താഴെ എൻ്റർ ചെയ്ത് തൊട്ട് താഴെ ഒരു ക്യാപ്ച കോഡ് കാണാൻ സാധിക്കുന്നതാണ്. ആ ഒരു ക്യാപ്ച കോഡ് എൻ്റർ ചെയ്ത് ലോഗിൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വെബ്സൈറ്റ് കാണാൻ സാധിക്കാം. ആദ്യം കുറച്ച് ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെയാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം വായിച്ചു നോക്കുക. അതിനുശേഷം താഴത്തേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് ഇപ്പോൾ നിലവിലെ ആപ്ലിക്കേഷൻ ഓപ്പൺ ആയിട്ടുള്ള പോസ്റ്റുകളെല്ലാം. ഓരോ പോസ്റ്റിൻ്റെയും എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് ഇവിടെ നിന്ന് തന്നെ അറിയാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഉറപ്പുവരുത്തേണ്ടതാണ്. ഇവിടെ ഇപ്പം ഫയർമാൻ്റെ റിക്രൂട്ട്മെൻറ്റാണ് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഫയർമാൻ സെലക്ട് ചെയ്യുക. ഫയർമാൻ അവിടെ നിങ്ങൾക്ക് അപ്ലൈ നൗ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. സോ അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വെബ്സൈറ്റ് കാണാൻ സാധിക്കാം. അപ്പോൾ ഇവിടെ കുറച്ച് ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെയാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ കറക്റ്റായിട്ട് തന്നെ വായിച്ചു നോക്കുക. അതിനുശേഷം തൊട്ട് താഴെ ഫയർമാൻ്റെ എസെൻഷ്യൽ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻസ് നൽകിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഉണ്ട് എന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. അതിനുശേഷം താഴത്തേക്ക് വരുമ്പോൾ ചെറിയൊരു ടിക്ക് ബോക്സ് കാണാൻ സാധിക്കുന്നതാണ്. അതിൽ ടിക്ക് ചെയ്ത് സേവ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വെബ്സൈറ്റ് കാണാൻ സാധിക്കാം. അപ്പോൾ ഇവിടെ നിങ്ങളുടെ പേഴ്സണൽ ഇൻഫർമേഷൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. നിങ്ങളുടെ മെയിൽ ഐ ഡിയും അതുപോലെ തന്നെ മൊബൈൽ നമ്പറും ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നതാണ്. നിങ്ങൾക്ക് ഓൾട്ടർനേറ്റീവ് മൊബൈൽ നമ്പർ ഉണ്ടെങ്കിൽ അവിടെ എൻ്റർ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിനുശേഷം താഴത്തേക്ക് വരുമ്പോൾ ഡു യു ഹാവ് ആധാർ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ ആധാർ കാർഡ് ഉണ്ടെങ്കിൽ എസ് എന്ന് കൊടുക്കുക, ഇല്ലെങ്കിൽ നോ എന്ന് കൊടുക്കുക. എസ് എന്ന് കൊടുക്കുന്നവർ ആധാർ കാർഡിൻ്റെ ഡീറ്റെയിൽസ് അവിടെ എൻ്റർ ചെയ്യേണ്ടതാണ്. നോ എന്ന് കൊടുക്കുന്നവർ മറ്റേതെങ്കിലും ID കാർഡിൻ്റെ ഡീറ്റെയിൽസ് ആ ഒരു സെക്ഷനിൽ എൻ്റർ ചെയ്തിരിക്കേണ്ടതാണ്. അതിനുശേഷം താഴത്തേക്ക് വരുമ്പോൾ സല്യൂട്ടേഷൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അതായത് നിങ്ങളുടെ പേരിന് മുമ്പ് എന്തെങ്കിലും ഉണ്ടോ എന്നാണ്. അതായത് മിസ്റ്റർ അല്ലെങ്കിൽ മിസ്ട്രസ് എന്നുണ്ടോ എന്നാണ്. അപ്പോൾ ഉണ്ടെങ്കിൽ അത് അവിടെ സെലക്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ പേര് എൻ്റർ ചെയ്യുക. അതിനുശേഷം ആ ഒരു പേര് കൺഫേം ചെയ്തിരിക്കേണ്ടതാണ്. അതിനുശേഷം തൊട്ട് താഴത്തേക്ക് വരുമ്പോൾ ജെൻഡറിൻ്റെ ഡീറ്റെയിൽസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ജെൻഡർ അവിടെ സെലക്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ പേര് ചേഞ്ച് ചെയ്തിട്ടുണ്ടോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആയിട്ടുള്ളവർ അവിടെ എസ് എന്ന് കൊടുക്കുക, ഇല്ലെങ്കിൽ നോ എന്ന് കൊടുക്കുക. അതിനുശേഷം താഴത്തേക്ക് വരുമ്പോൾ നിങ്ങളുടെ മാരേജൽ സ്റ്റാറ്റസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ മാരേജൽ സ്റ്റാറ്റസ് അവിടെ സെലക്ട് ചെയ്യുക. അതിനുശേഷം തൊട്ട് താഴെ നിങ്ങളുടെ ഫാദേഴ്സ് നെയിം അതുപോലെ തന്നെ മദേഴ്സ് നെയിമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അത് രണ്ടും ആ ഒരു സെക്ഷനിൽ എൻ്റർ ചെയ്യുക. അതിനുശേഷം തൊട്ട് താഴെ അത് കൺഫേം ചെയ്തിരിക്കേണ്ടതാണ്.
അതിനുശേഷം താഴത്തേക്ക് വരുമ്പോൾ നിങ്ങളുടെ കാറ്റഗറിയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കാറ്റഗറി അവിടെ നിന്ന് സെലക്ട് ചെയ്യുക. നിങ്ങൾ SSC ST കാൻഡിഡേറ്റ്സ് അതുപോലെ തന്നെ OBC കാൻഡിഡേറ്റ്സ് ഒക്കെ ആണെങ്കിൽ നിർബന്ധമായിട്ടും കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ഈ ഒരു സെക്ഷനിൽ അപ്ലോഡ് ചെയ്തിരിക്കേണ്ടതാണ്. അതിനുശേഷം താഴത്തേക്ക് വരുമ്പോൾ ഡിസബിലിറ്റീസ് ഉണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉള്ളവർ അവിടെ എസ് കൊടുക്കുക, ഇല്ലെങ്കിൽ നോ കൊടുക്കുക. അടുത്തായിട്ട് ചോദിച്ചിരിക്കുന്നത് എക്സ് സർവീസ്മെൻ ആണോ എന്നാണ്. ആയിട്ടുള്ളവർ അവിടെ എസ് കൊടുക്കുക, ഇല്ലെങ്കിൽ നോ കൊടുക്കുക. അടുത്തായിട്ട് ചോദിച്ചിരിക്കുന്നത് ഡിസേബിൾഡ് ഡിഫൻസ് സർവീസ് പേഴ്സൺ ആണോ എന്നാണ്. ആയിട്ടുള്ളവർ അവിടെ എസ് കൊടുക്കുക, ഇല്ലെങ്കിൽ നോ കൊടുക്കുക. അതിനുശേഷം അടുത്തായിട്ട് വെച്ചിരിക്കുന്നത് ഡിപ്പാർട്ട്മെൻറ്റൽ കാൻഡിഡേറ്റ്സ് ആണോ എന്നാണ്. ആയിട്ടുള്ളവർ അവിടെ എസ് കൊടുക്കുക, ഇല്ലെങ്കിൽ നോ കൊടുക്കുക. അടുത്തായിട്ട് വെച്ചിരിക്കുന്നത് മെറിറ്റിയസ് സ്പോർട്സ് പേഴ്സൺ ആണോ എന്നാണ്. ആയിട്ടുള്ളവർ അവിടെ എസ് കൊടുക്കുക, ഇല്ലെങ്കിൽ നോ കൊടുക്കുക. അതിനുശേഷം തൊട്ട് താഴെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് എൻ്റർ ചെയ്യാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്, അല്ലെങ്കിൽ അവിടെ നിന്ന് സെലക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിനുശേഷം നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് തെളിയിക്കുന്ന ഒരു പ്രൂഫ് ആ ഒരു സെക്ഷനിൽ അപ്ലോഡ് ചെയ്തിരിക്കേണ്ടതാണ്. അതിനുശേഷം താഴത്തേക്ക് വരുമ്പോൾ നിങ്ങളുടെ ഫോട്ടോയും അതുപോലെ തന്നെ സിഗ്നേച്ചറും അപ്ലോഡ് ചെയ്യാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും ഈ ഒരു സെക്ഷനിൽ അപ്ലോഡ് ചെയ്യുക. അപ്ലോഡ് ചെയ്ത ശേഷം താഴെ സേവ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്, അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനൊരു ഓഫീസറും കാണാൻ സാധിക്കാം. അപ്പോൾ ഇവിടെ അഡീഷണൽ ഇൻഫർമേഷൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഒന്നാമതായിട്ട് ചോദിച്ചിരിക്കുന്നത് നിങ്ങളുടെ നാഷണാലിറ്റിയാണ്. അപ്പോൾ നിങ്ങളുടെ നാഷണാലിറ്റി അവിടെ സെലക്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ റിലീജിയനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ റിലീജിയനും ആ ഒരു സെക്ഷനിൽ സെലക്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ ബോഡിയിലുള്ള 2 ഐഡൻറ്റിഫിക്കേഷൻ മാർക്കാണ് ഈ ഒരു സെക്ഷനിൽ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 2 ഐഡൻറ്റിഫിക്കേഷൻ മാർക്കും ആ ഒരു സെക്ഷനിൽ എൻ്റർ ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ പ്രിഫറൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഏതൊക്കെ കമാൻഡ് വേണം എന്നാണ്. നിങ്ങൾക്ക് 3 പ്രിഫറൻസ് വരെ ഈ ഒരു സെക്ഷനിൽ നൽകാൻ സാധിക്കുന്നതാണ്. 3 പ്രിഫറൻസും നൽകിയ ശേഷം സേവ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. സോ അതിൽ ഇന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഓഫീസായിരിക്കും കാണാൻ സാധിക്കാം. ഈ ഒരു സെക്ഷനിൽ ലൈവായിട്ട് ഫോട്ടോ അപ്ലോഡ് ചെയ്യാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഫോട്ടോ നിങ്ങൾ 4 രീതിയിൽ അപ്ലോഡ് ചെയ്തിരിക്കേണ്ടതാണ്. അതിനുശേഷം വാലിഡേറ്റ് ആൻഡ് സേവ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. സോ അതിൽ ഇന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഓഫീസായിരിക്കും കാണാൻ സാധിക്കാം. ഇവിടെ കമ്മ്യൂണിക്കേഷൻ ഡീറ്റെയിൽസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അതായത് നിങ്ങളുടെ കറസ്പോണ്ടൻ്റ് അഡ്രസ്സും പെർമനൻറ്റ് അഡ്രസ്സുമാണ് ചോദിച്ചിരിക്കുന്നത്. ആദ്യം കറസ്പോണ്ടൻ്റ് അഡ്രസ്സാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ അഡ്രസ്സ് കറക്റ്റായിട്ട് തന്നെ എൻ്റർ ചെയ്യുക. എൻ്റർ ചെയ്ത ശേഷം തൊട്ട് താഴെ നിങ്ങളുടെ സ്റ്റേറ്റ്, ഡിസ്ട്രിക്റ്റ്, സിറ്റി നെയിം, പിൻകോഡ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം എൻ്റർ ചെയ്തിരിക്കേണ്ടതാണ്. അതിനുശേഷം തൊട്ട് താഴെ നിങ്ങളുടെ ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. പെർമനൻറ്റ് അഡ്രസ്സ് സെയിം ആണെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ആ ഒരു ബോക്സിൽ നിന്ന് ടിക്ക് ചെയ്ത് സേവ് ക്ലിക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. സേവ് ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾക്ക് ഇങ്ങനത്തെ ഓഫീസായിരിക്കും കാണാൻ സാധിക്കാം. ആദ്യം ഇവിടെ ചോദിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് എസെൻഷ്യൽ ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാനുള്ള എസെൻഷ്യൽ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻസ് ഉണ്ടോ എന്നാണ്. ആയിട്ടുള്ളവർ അവിടെ എസ് കൊടുക്കുക, ഇല്ലെങ്കിൽ നോ കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഓഫീസായിരിക്കും കാണാൻ സാധിക്കാം. അപ്പോൾ നിങ്ങളുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻസ് ആഡ് ചെയ്യാനുള്ള ഓപ്ഷനാണ് ഇവിടെ വരുന്നത്. ഇവിടെ ഇപ്പോൾ നിങ്ങൾ ആദ്യം 10ാം ക്ലാസ് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഏത് സ്ട്രീമാണ് പഠിച്ചിട്ടുള്ളത്, ഏത് ബോർഡിൻ്റെ കീഴിൽ നിന്നാണ് പഠിച്ച് പാസ്സായിട്ടുള്ളത്, ഏത് ഡേറ്റിലാണ് പാസ്സായിട്ടുള്ളത്, സർട്ടിഫിക്കറ്റ് നമ്പർ, പെർസെൻറ്റേജ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഈ ഒരു സെക്ഷനിൽ എൻ്റർ ചെയ്യേണ്ടതാണ്. അതിനുശേഷം ആ ഒരു ഡോക്യുമെൻറ്റ്, നിങ്ങളുടെ സർട്ടിഫിക്കറ്റിൻ്റെ ഡോക്യുമെൻറ്റ് ഈ ഒരു സെക്ഷനിൽ അപ്ലോഡ് ചെയ്തിരിക്കേണ്ടതാണ്. നിങ്ങൾക്ക് എന്തൊക്കെ ക്വാളിഫിക്കേഷൻ ഉണ്ടോ അതെല്ലാം ഈ ഒരു സെക്ഷനിൽ ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിനുശേഷം തൊട്ട് താഴെ നിങ്ങൾക്ക് അഡീഷണൽ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ആണ്. അതായത് ഈ ഒരു പോസ്റ്റിലേക്ക് അല്ലാതെ നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ ആ ഒരു കാര്യം ഈ ഒരു സെക്ഷനിൽ തൊട്ട് താഴെ, അതായത് അഡീഷണൽ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനിൽ അപ്ലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. എല്ലാ കാര്യങ്ങളും അപ്ലോഡ് ചെയ്ത ശേഷം സേവ് ആൻഡ് പ്രൊസീഡ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. സോ അതിൽ ഇന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനൊരു ഓഫീസായിരിക്കും കാണാൻ സാധിക്കാം. അപ്പോൾ ഇവിടെ എക്സ്പീരിയൻസിൻ്റെ ഡീറ്റെയിൽസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും എക്സ്പീരിയൻസോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു സെക്ഷനിൽ സെലക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്, അല്ലെങ്കിൽ എൻ്റർ ചെയ്യാൻ സാധിക്കുന്നതാണ്. എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ എൻ്റർ ചെയ്താൽ മതി, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സെക്ഷൻ സ്കിപ്പ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിനുശേഷം നിങ്ങൾക്ക് ഇങ്ങനൊരു ഓഫീസായിരിക്കും കാണാൻ സാധിക്കാം. ഇവിടെ നിങ്ങൾക്ക് എക്സാമിനേഷൻ സിറ്റി പ്രിഫറൻസ് നൽകാൻ സാധിക്കുന്നതാണ്. കേരളത്തിലും എക്സാമിനേഷൻ സിറ്റി ഉണ്ടായിരിക്കുന്നതാണ്. ട്രിവാൻഡ്രത്ത് വെച്ചിട്ടാണ് സെൻറ്റർ വരുന്നത്. അപ്പോൾ കേരളത്തിലെ കാൻഡിഡേറ്റ്സ് കേരളത്തിൽ തന്നെ അറ്റൻഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അങ്ങനെ നിങ്ങളുടെ 3 എക്സാമിനേഷൻ സെൻറ്ററിൻ്റെ പ്രിഫറൻസ് ഈ ഒരു സെക്ഷനിൽ നൽകുക. അതിനുശേഷം സേവ് ആൻഡ് പ്രൊസീഡ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. സോ അതിൽ ഇന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനൊരു ഓഫീസായിരിക്കും കാണാൻ സാധിക്കാം. അപ്പോൾ ഇവിടെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ്റെ പ്രിവ്യൂ ആണ് വന്നിരിക്കുന്നത്. നിങ്ങൾ എൻ്റർ ചെയ്ത ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം വരുന്നതാണ്. അപ്പോൾ എല്ലാം കറക്റ്റ് ആണോ എന്ന് വെരിഫൈ ചെയ്യേണ്ടതാണ്. അതിനുശേഷം താഴത്തേക്ക് വരുമ്പോൾ യെസ് ഓർ നോ ഓപ്ഷൻസ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ യെസ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം തൊട്ട് താഴെ 2 ഡിക്ലറേഷൻസ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അത് 2 ജസ്റ്റ് ഒന്ന് ടിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സബ്മിറ്റ് ആപ്ലിക്കേഷൻ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. സോ അതിൽ ഇന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ആപ്ലിക്കേഷൻ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആയിരിക്കുന്നതാണ്. ഇനി അടുത്തായിട്ട് നിങ്ങൾ ഫീസ് അടയ്ക്കേണ്ട കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ ഫീസിൻ്റെ സെക്ഷനാണ് വരുന്നത്. നിർബന്ധമായിട്ട് ഫീസ് അടച്ചാൽ മാത്രമായിരിക്കും നിങ്ങളുടെ ആപ്ലിക്കേഷൻ സ്വീകരിക്കുകയുള്ളൂ. ഫീസ് അടയ്ക്കേണ്ടാത്ത കാൻഡിഡേറ്റ്സ്, SSC ST കാൻഡിഡേറ്റ്സ്, അതുപോലെ തന്നെ ഫീമെയിൽ കാൻഡിഡേറ്റ്സ് ഇത്രയും സെക്ഷൻ ചെയ്യുമ്പോൾ നിങ്ങളുടെ ആപ്ലിക്കേഷൻ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആകുന്നതാണ്. അതിനുശേഷം അപ്ലൈ ചെയ്ത ശേഷം നിങ്ങൾ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് നിർബന്ധമായിട്ടും ചെക്ക് ചെയ്തിരിക്കേണ്ടതാണ്. ഇങ്ങനെയാണ് ഇന്ത്യൻ നേവിയുടെ ഫയർമാൻ റിക്രൂട്ട്മെൻറ്റിന് അപേക്ഷിക്കേണ്ട ശരിയായ രീതി. അപ്പോൾ അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവർ ലാസ്റ്റ് പാർട്ടിന് അപേക്ഷിക്കുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.